Hello students, welcome back. So we all know that reproduction plays an important role in our life. Is it? So in case of animals as well as in case of plants, one of the essential life process is reproduction. Is it? So reproduction plays one of the important role because why? It is giving the birth to a new one. Is it? Reproducing an offspring. So in case of animals as well as in case of plants, we always see reproduction. Is it? In generation wise generation, each and every generation, that building up, that process can be exist throughout the life in the form of a cycle. Is it? So now in this session we are going to discuss about a new segment for you, that is the reproduction in plants. So the reproduction in plants, how about the reproduction in plants? We do have several organs and all, is it? In case of human beings or animals, anything. But in plants, how the reproduction is taking place, those concepts should be some of the important part of the segment in botany. So now we are going to deal with the reproduction in plants. Plants കാണിക്കുന്ന റീപ്രൊഡക്ഷൻ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോസസ്സും പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ യു ആർ റെഡി ഫോർ ദാറ്റ്? So my dear students, please take your notebook, write down the important points related to the chapter. So we're going to discuss about reproduction in plants. So let's get started. Okay. See, in the introduction part, what are we going to discuss? Let's see. So come, reproduction is the process. അതൊരു പ്രോസസ് ആണ്. എന്ത് പ്രോസസ് ആണ്? ലൈഫ് പ്രോസസ് ആണ്. By which organisms produce young ones of their own kind. Organisms produce what? Young ones of their own kind. അവരുടെ സെയിം ആയിട്ടുള്ള കൈൻഡിലെ യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് പ്രോസസ് ആണ് എന്ത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പോൾ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുക? വാട്ട് യു മീൻ ബൈ റീപ്രൊഡക്ഷൻ എന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക മക്കളെ? ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, എന്താ എഴുതുക? ഇറ്റ് ഈസ് ദ ലൈഫ് പ്രോസസ് അല്ലെങ്കിൽ പ്രോസസ് ബൈ വിച്ച് organisms produce young ones. organism produce എന്താണ് മക്കളെ? യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. organism produce young ones എങ്ങനെയാണ്? of their own kind. of their own kind. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് എന്താണ്? ഓർഗാനിസം പ്രൊഡ്യൂസ് ദ യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. ഓർഗാനിസം പ്രൊഡ്യൂസ് ദ യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. അവരുടെ അതേ കൂട്ടത്തിലുള്ള, അവരുടെ അതേ ടൈപ്പിലുള്ള ഓർഗാനിസെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് പിടികിട്ടിയോ മക്കളെ? സോ റീപ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് organisms produce young ones of their own kind. of their own kind. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ സെഗ്മെന്റ്? സോ റീപ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. നൗ സീ, all living things are capable of reproducing. എന്താണ്? all living things are capable of എന്താണ്? റീപ്രൊഡ്യൂസിങ്. എല്ലാ ലിവിങ് തിങ്സും റീപ്രൊഡ്യൂസിങ്ങിന് ക്യാപ്പബിൾ ആണ്. എന്താണ്? എല്ലാ ലിവിങ് തിങ്സും റീപ്രൊഡക്ഷന് ക്യാപ്പബിൾ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? അത് ഓക്കെ അല്ലേ? സോ ആർ ക്യാപ്പബിൾ ഫോർ ദാറ്റ്. റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് നെസസറി ഫോർ ദ സർവൈവൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. റീപ്രൊഡക്ഷൻ ഒരു സർവൈവലിന് നിർബന്ധമായിട്ടുള്ള ഒരു ഫാക്ടർ അല്ല. റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഫോർ ദ സർവൈവൽ. സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഒന്നുമല്ല ആര് മക്കളെ? നമ്മുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ റീപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ ഫാക്ടർ. റീപ്രൊഡക്ഷൻ ഈസ് not a factor for the survival of an individual.
ക്ലിയർ അല്ലേ? സോ റീപ്രൊഡക്ഷൻ ഇസ് നോട്ട് നെസസറി ഫോർ ദ സർവൈവൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ക്ലിയർ അല്ലേ മക്കളെ? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ദി കൈൻഡ് ഓഫ് ഓർഗാനിസംസ്. It is the essential for the survival of the kind of organism. എന്താണത്? It is essential for the survival of the kind of organism. അതെന്താണ്? It is essential for the survival of കൈൻഡ് ഓഫ് ഓർഗാനിസം. ഒരു പുതിയൊരു ഓർഗാനിസത്തിന്റെ സർവൈവലിന് വേണ്ടിയിട്ട് റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നേ ഉള്ളൂ. ഒരു പുതിയൊരു എന്താ പറയുക, ഒരു ഓഫ് സ്പ്രിങ്ങോ അല്ലെങ്കിൽ പുതിയൊരു ചൈൽഡ് എന്ന രീതിയിൽ, ഒരു പ്ലാൻ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുള്ളൂ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ഓർഗാനിസം. അത് സെയിം കൈൻഡ് ഓർഗാനിസത്തെ അങ്ങനെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് സർവൈവലിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആരാണ് മക്കളെ? ആരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ? റീപ്രൊഡക്ഷൻ തന്നെയാണ്. റീപ്രൊഡക്ഷൻ വഴി മാത്രമാണ് അങ്ങനെ ഒരു പുതിയ ജനറേഷനിലേക്ക് സെയിം ക്യാരക്ടേഴ്സ് എത്തുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് റീപ്രൊഡക്ഷൻ്റെ ഒരു കോൺസെപ്റ്റ് റെഡി അല്ലേ? നൗ സി, പ്ലാന്റ്സ് ഹാവ് സ്പെഷ്യൽ ഓർഗൻസ്. പ്ലാന്റ്സിന് എന്തുണ്ട് മക്കളെ? കുറച്ച് സ്പെഷ്യൽ ഓർഗൻസ് ഉണ്ട്. ദാറ്റ് ഹെൽപ്പ് ദം ടു റീപ്രൊഡ്യൂസ്. പ്ലാന്റ്സ് ഹാവ് സം സ്പെഷ്യൽ ഓർഗൻസ് that help them to reproduce. എന്തൊക്കെയാണ്? The flower is the reproductive part of the plant. മനസ്സിലായോ? അപ്പോൾ എന്താണ്? plants have എന്താണ് മക്കളെ പ്ലാന്റ്സിനുള്ളത്? Plants have special organs that help them to reproduce. And എന്താണ് നോക്ക്? ഫ്ലവർ ഈസ് ദ, എന്താണ് ഫ്ലവർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ? ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആര് മക്കളെ? ഫ്ലവർ. ഫ്ലവർ ഇസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ് റീപ്രൊഡക്റ്റീവ് പാർട്സ്. അവിടെ നിന്നാണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ലൈഫ് പ്രോസസ്സ് നടക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പുതിയൊരു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസം, ഒരു കൈൻഡ് ഓഫ് ഓർഗാനിസത്തിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കണം. അപ്പോൾ എന്താണ് ഇവിടെ പ്ലാന്റ്സിന്റെ കേസിൽ? ഫ്ലവർ ആർ ദ റീപ്രൊഡക്റ്റീവ് എന്താണ് ഓർഗൻ ഓഫ് എ പാർട്ട് ഓഫ് എ എന്ത് പ്ലാന്റ്. ഫ്ലവർ ഇസ് എ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ആൻഡ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഡെയിലി നമ്മുടെ പൂവ് തന്നെയാണ്, അത് തന്നെയാണ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട്. സോ ബി കെയർഫുൾ. നമ്മൾ വെറുതെ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ഒരു പൂ ഇങ്ങനെ നുള്ളിയെടുക്കുക, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ്സ് ഇസ് റീപ്രൊഡക്റ്റീവ് പാർട്ട്. അവിടെയാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം മാക്സിമം അത് ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, ഫ്ലവറിനെ ഒക്കെ ഒന്ന് നശിപ്പിക്കാതെ ഇരിക്കുക. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് എന്ന് മക്കളെ ഫ്ലവർ. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ഫ്ലവർ. ക്ലിയർ അല്ലേ? ഓക്കെ. ആൻഡ് സം ഫ്ലവേഴ്സ് ബിക്കംസ് ഫ്രൂട്ട്. സം ഫ്ലവേഴ്സ് എന്താവും? ഫ്ലവേഴ്സ് അത് കഴിഞ്ഞിട്ട് ബിക്കംസ് ഫ്രൂട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ്സിൽ കാണുന്ന റീപ്രൊഡക്ഷൻ്റെ ചെറിയൊരു ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത്. ക്ലിയർ ആണോ മക്കളെ? അപ്പോൾ എന്തൊക്കെയാണ്? റീപ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് organism produce young ones of their own kind. Reproduction is a process by which organism produce young ones of their own kind. Clearly concept. All living things are capable of reproducing. All living things are എന്താണ് മക്കളെ? capable of reproducing. എല്ലാ ലിവിങ് തിങ്സും എന്താണ്? റീപ്രൊഡക്ഷന് capable ആണെന്നാണ് പറയുന്നത്. Reproduction is not necessary for the survival of an individual. Reproduction എന്താണ്? ഒരു ഇൻഡിവിജ്വലിന്റെ സർവൈവലിന് നെസസറി അല്ല. Reproduction is not necessary for the survival of an organism, of an individual എന്ന് പറയാം. പക്ഷേ ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് ദ കൈൻഡ് ഓഫ് ദി ഓർഗാനിസം. ആ ഒരു ഓർഗാനിസത്തിന്റെ കൈൻഡ് കിട്ടാനുണ്ടെങ്കിൽ എന്താ പറയുക, റീപ്രൊഡക്ഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. അതും ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇന്ന് നോക്ക്, പ്ലാന്റ് ഹാവ് സ്പെഷ്യൽ ഓർഗൻസ് ടു ഹെൽപ്പ് ദം ഫോർ റീപ്രൊഡക്ഷൻ. പ്ലാന്റ്സിന് ഒരു സ്പെഷ്യൽ ഓർഗൻ ഉണ്ട് എന്തിന്? റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരാണ് ആര് മക്കളെ? ഫ്ലവർ. ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് മക്കളെ ആര്? ഫ്ലവർ. ആൻഡ് സം ഫ്ലവേഴ്സ് ബിക്കം ഫ്രൂട്ട്. അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് എന്തായിട്ട് മാറുകയും ചെയ്യും? ഫ്രൂട്ടായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മളിവിടെ ഒരു ബേസിക് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ഫ്ലവർ ഈസ് ക്ലിയർ ഫോർ യു. ഓഫ് റീപ്രൊഡക്ഷൻ ഈസ് ക്ലിയർ ഫോർ യു. പ്ലാന്റ്സ് റീപ്രൊഡക്ഷൻ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഐ ഹോപ്പ് യു ആർ റൈറ്റിംഗ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, നോട്ടിംഗ് ഡൗൺ. Is it? So shall we start? Shall we move to the next part? Okay. Now see,
ഇനി ശ്രദ്ധിച്ചോ, നോക്ക് ഈ ഫ്രൂട്ട്സിന്റെ കേസിൽ നോക്ക്. ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ദാറ്റ് ഹെൽപ്സ് ദ പ്ലാന്റ്സ് ടു റീപ്രൊഡ്യൂസ്. എന്താണ് ഫ്രൂട്ട്സ് എന്നുള്ളത് മക്കളെ? ഫ്രൂട്ട്സ് ഹാവ് seeds that helps plants reproduce. അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിച്ചോ? ഫ്രൂട്ട്സ് ഹാവ് എന്ത്? ഫ്രൂട്ട്സിന് എന്തുണ്ട് മക്കളെ? സീഡ്സ് ഉണ്ട് അല്ലേ? ഫ്രൂട്ട്സിന് എന്തുണ്ട്? സീഡ്സ് ഉണ്ട്. ദാറ്റ് ഹെൽപ്പ് പ്ലാന്റ്സ് ടു റീപ്രൊഡ്യൂസ്. പ്ലാന്റ്സിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സീഡ്. ക്ലിയർ അല്ലേ? കോൺസെപ്റ്റ് റെഡി അല്ലേ? ഇനി ശ്രദ്ധിച്ചോ, നോട്ട് ഓൾ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്സ്. എല്ലാ പ്ലാന്റും റീപ്രൊഡക്ഷൻ സീഡ്സിലൂടെ നടത്തുന്നില്ല. എങ്ങനെയാണ്? നോട്ട് ഓൾ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്. സീഡ്സിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സീഡ്സിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? നോട്ട് ഓൾ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്സ്. ക്ലിയർ അല്ലേ? നോട്ട് ഓൾ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്സ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? റെഡി അല്ലേ? ശ്രദ്ധിച്ചോ, പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ് ഓൾസോ റീപ്രൊഡ്യൂസ് യൂസിങ് ഡിഫറെന്റ് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് പ്ലാന്റ്സ് ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ് ഓൾസോ, ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും എന്ത് ചെയ്യും മക്കളെ? റീപ്രൊഡക്ഷൻ വേറൊരു മെത്തേഡ്സ് വഴി, പല ഡിഫറെന്റ് മെത്തേഡ്സ് വഴി അതും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അർത്ഥം. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. പ്ലാന്റ്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ്. പ്ലാന്റ്സ് എന്താണ്? ദാറ്റ് ഡു നോട്ട് ഹാവ് ഫ്ലവേഴ്സ് എന്താണ്? ഓൾസോ റീപ്രൊഡ്യൂസ് using different modes of reproduction. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? Plants that do not have flowers also reproduce using different modes of reproduction. Using എന്താണ് മക്കളെ? Different modes of reproduction. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്? ഫ്രൂട്ട്സ് ഹാവ് സീഡ്സ് ദാറ്റ് ഹെൽപ്സ് ഫോർ ദ പ്ലാന്റ്സ് ടു റീപ്രൊഡ്യൂസ്. റീപ്രൊഡക്ഷന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മളെ സീഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ശ്രദ്ധിച്ചോ, നോട്ട് ഓൾ പ്ലാന്റ്സ് റീപ്രൊഡ്യൂസ് ത്രൂ സീഡ്സ്. എല്ലാ പ്ലാന്റും റീപ്രൊഡ്യൂസ് ചെയ്യാൻ എന്തിലൂടെയാണ്? സീഡ്സിലൂടെ മാത്രം അല്ല എന്ന് പറയുന്നു. Plants that do not have flowers also reproduce using different modes of reproduction. Using എന്താണ്? Different modes of reproduction. Using എന്താണ് മക്കളെ? Different modes of reproduction. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ മക്കളെ? റെഡി അല്ലേ? ഓക്കെ. So shall we move to the next part? Okay. Now see reproduction in plants. എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക നോക്കാം. So we are going to discuss about the reproduction in എന്താണ് മക്കളെ? പ്ലാന്റ്സിലെ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മുടെ മേജർ ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. അപ്പൊ രണ്ട് തരത്തിലെ റീപ്രൊഡക്ഷൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന് മക്കളെ അസെക്ഷുവൽ റീപ്രൊഡക്ഷനും, രണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനും. എന്താണ് ഒന്നാമത്തത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷനുമുണ്ട്. അതേപോലെ എന്താണ് രണ്ടാമതായിട്ട്? നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷനുമുണ്ട്. ക്ലിയർലേ കാര്യങ്ങളെ? വി ഹാവ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആസ് വെൽ ആസ് എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷനും നമുക്കുണ്ട്. സോ നമുക്കല്ല, പ്ലാന്റ്സിന്റെ കേസിൽ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷനേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ക്ലിയർ. സോ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? വി ഹാവ് അസെക്ഷുവലും ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ സെക്ഷുവലും അസെക്ഷുവലും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് അതിന്റെ വാരിയേഷൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ മക്കളെ? പഠിച്ചാലോ? റെഡി അല്ലേ നിങ്ങൾ? സോ യു ആർ റെഡി ഫോർ ദാറ്റ്? ഓക്കെ. സോ വാട്ട് യു മീൻ ബൈ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ? മക്കളെ എന്താണെടാ ഒരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ? അസെക്ഷുവൽ ആണ് ഇത്, സെക്ഷുവൽ അല്ല, അസെക്ഷുവൽ ആണ്. അസെക്ഷുവൽ എന്താണ്? റീപ്രൊഡക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോ, എന്താണ് അതിന്റെ ഒരു കാര്യങ്ങൾ നോക്കാം നമുക്ക്. ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം എ സിംഗിൾ പാരന്റ് ഈസ് നോൺ ആസ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അത് മനസ്സിലായോ? ശ്രദ്ധിച്ചോ, ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച്
ന്യൂ പ്ലാന്റ്സ് എന്താണ് മക്കളെ? ന്യൂ പ്ലാന്റ്സ് ആണ് ഇവിടെ. എന്ത്? ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് ഒരു ന്യൂ പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ്, ഒരു സിംഗിൾ പാരന്റിൽ നടക്കുന്ന പ്രോസസ്സാണ് എന്ത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അവിടെ ഇന്റർകോഴ്സിംഗ് ഉണ്ടാവുന്നില്ല. ഒരു സിംഗിൾ പാരന്റിൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, the mode of reproduction in which new plants എന്താണ്? are formed അല്ലെങ്കിൽ are obtained from a single parent is known as asexual reproduction. എന്താണ് നമ്മൾ അതിനെ പറയാ? asexual reproduction എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ എന്ത് പറയുന്നു മക്കളെ? asexual reproduction എന്ന് നമ്മൾ പറയാ. എന്താ പറയാ നമ്മള്? asexual reproduction എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? സോ the mode of reproduction in which new plants are obtained. എങ്ങനെയാണ്? ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം എ സിംഗിൾ പാരന്റ്. ഒരു സിംഗിൾ പാരന്റിൽ നിന്ന് എന്താ പറയാ, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ ഓഫ്സ്പ്രിംഗ് അല്ലെങ്കിൽ ന്യൂ പ്ലാന്റ് ഈസ് ഒബ്റ്റെയിൻഡ്. അതാണ് നമ്മൾ പറയുന്നത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ആൻഡ് ദാറ്റ് ഇസ് പ്രോസസ് നോൺ ആസ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? The offspring are exact copies of parent. മനസ്സിലായോ? ഓഫ്സ്പ്രിംഗ് ഉദ്ദേശിക്കുന്നത് അതിന്റെ കുട്ടി, അല്ലെങ്കിൽ ചെറിയ പ്ലാന്റ്, പുതിയ പ്ലാന്റ്. ഓക്കെ, സോ അതിന്റെ ഓഫ്സ്പ്രിംഗ്, ദ ഓഫ്സ്പ്രിംഗ് ആർ എന്താണ് മക്കളെ? എക്സാക്ട് ആണോ? എക്സാക്ട് കോപ്പീസ് ഓഫ് ദ പാരന്റ്. എക്സാക്ട് കോപ്പീസ് ഓഫ് ദി പാരന്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സോ എന്താണ്? the mode of reproduction in which new plants are obtained from a single parent is known as asexual reproduction. The offsprings are exact copies of the parent. Offsprings are എന്താണ് മക്കളെ? exact പാരന്റിനെ പോലെ തന്നെയാണ്, സെയിം ആയിട്ടുള്ള ഒരു കോപ്പി ആയിട്ടാണ് ആര് ഫോം ചെയ്യുന്നത്? അതിന്റെ ഓഫ്സ്പ്രിങ്. അതായത് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഒരു പാരന്റ് മാത്രമാണ്, ഒരു സിംഗിൾ പാരന്റ് ആണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗിൾ പാരന്റിനെ പോലെ തന്നെയായിരിക്കും അതിന്റെ ഓഫ്സ്പ്രിങ്ങും അതിന്റെ കുട്ടിയും. അങ്ങനെ പറയാം നമുക്ക്. അടുത്ത പുതിയ ജനറേഷൻ ഉണ്ടാകുന്ന പ്ലാന്റ്, അതായത് അതിന്റെ ഓഫ്സ്പ്രിങ് എങ്ങനെ ഇരിക്കും? സിമിലർ കോപ്പി, ഒരു കോപ്പി പോലെയാണ്, ഡ്യൂപ്ലിക്കേറ്റ്, ഒരു കോപ്പി എടുത്ത പോലെ ആയിരിക്കും. സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും ഇതിനുണ്ടാവുക, ഓഫ്സ്പ്രിങ്ങിനും ഉണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ നടക്കുക മക്കളെ? അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്നാൽ അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? ഓക്കെ, സോ റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. ഓക്കെ, നൗ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്തായിരിക്കും മക്കളെ? ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അപ്പോ എന്തായിരിക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ? നമുക്ക് നോക്കിയാലോ, വാ. ഓക്കെ, the mode of reproduction in which new plants are obtained from two parent plants, one male and one female, is known as sexual reproduction. മനസ്സിലായോ? the mode of reproduction in which new plants are obtained from two parents. അതായത് mode of reproduction in which new plants are obtained from two parents, that is one is male and the other one is female, and that is known as what? Sexual reproduction. എങ്ങനെയാണ് മക്കളെ? the mode of reproduction in which new plants are obtained from two parent plants, that is എന്തായിരിക്കും? one maleും അതേപോലെ തന്നെ ഫീമെയിലും ഇതിന്റെ ഒരു ഫ്യൂഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്പ്രിങ് ആണ് എന്ത് ഉണ്ടാവുന്നത്? ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ വിളിക്കുക മക്കളെ? അതിനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ എന്താ വിളിക്കുക?
സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത് മക്കളെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? വി കോൾ ദം ആസ് വാട്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഇനി നോക്ക്, ദ ഓഫ് സ്പ്രിങ്സ് ആർ നോട്ട് എക്സാക്ട് കോപ്പീസ് ഓഫ് പാരന്റ്. എന്താണ് അവിടെ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ് അല്ലേ? ദ ഓഫ് സ്പ്രിങ്സ് ആർ നോട്ട് the exact copies of പാരന്റിന്റെ ഒരു എക്സാക്ട് കോപ്പി ആവില്ല. ആര് മക്കളെ? പാരന്റിന്റെ എക്സാക്ട് കോപ്പി ആവില്ല. ആര്? നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സ് വോണ്ട് ബി ലൈക്ക് സിമിലർ ടു പാരന്റ്സ്. ആ പാരന്റിനെ പോലെ സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആര് കാണിക്കില്ല? എവിടെ നിന്ന് കാണിക്കില്ല? ഓഫ് സ്പ്രിങ് കാണിക്കില്ല. കാരണം ഇത് എന്താണ്? ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അവിടെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആ കാണിക്കുക. ഓഫ് സ്പ്രിങ്സ് ആർ നോട്ട് ദ എക്സാക്ട് കോപ്പീസ് ഓഫ് പ്ലാന്റ്സ്. കാരണം എന്തായിരിക്കും മക്കളെ? ഇത് എങ്ങനെ ഉണ്ടാവുന്നത്? ഒരു മെയിലും അതേപോലെ വൺ ഫീമെയിലും ഉണ്ട്. അവരിൽ നിന്നാണ് ഈ ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നത് അല്ലേ മക്കളെ? അവരുടെ കോമ്പിനേഷൻ വഴിയാണ് ഈ ഓഫ് സ്പ്രിങ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് പേരുടെ ക്യാരക്ടേഴ്സും ഇതിലേക്ക് ഉണ്ടാവും. അപ്പോൾ എന്താണ്? അവര് മെയിലിന്റെ എക്സാക്ട് കോപ്പി ആവില്ല, അതേപോലെ തന്നെ ഫീമെയിലിന്റെയും ഒരു എക്സാക്ട് കോപ്പി ആവില്ല. അപ്പൊ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനും പറ്റില്ല. ആൻഡ് ഓഫ് സ്പ്രിങ്സ് ആർ നോട്ട് ദ എക്സാക്ട് കോപ്പീസ് ഓഫ് പാരന്റ്സ്. പാരന്റ്സിന്റെ എക്സാക്ട് കോപ്പി അല്ല. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? റെഡി അല്ലേ? ഓക്കെ, നോക്ക്, സീഡ്സ് ആർ ഫോംഡ് ഇൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് എപ്പോഴാണ് ഫോം ചെയ്യുന്നത് മക്കളെ? സീഡ്സ് ആർ ഫോംഡ് ഇൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താണ് ഫോം ചെയ്യുന്നത്? Seeds are formed in the sexual reproduction. Seeds are formed in the sexual reproduction. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് മക്കളെ സീഡ്സ് ഫോം ചെയ്യുന്നത്. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? സീഡ്സ് ഫോം ചെയ്യുന്നത്. ഒരു സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത് മക്കളെ? ഒരു സീഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ക്ലിയർ ഫോർ യു. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നോക്കാം. ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് ന്യൂ പ്ലാന്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ടു പാരന്റ്സ്, ദാറ്റ് ഈസ് വൺ മെയിൽ ആൻഡ് വൺ ഫീമെയിൽ, ഈസ് നോൺ ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? The offsprings are not the exact copies of the parents. Seeds are not formed in sexual reproduction. Sexual reproduction alla seeds form ചെയ്യുന്നത്. Are formed. Sexual reproduction ആണ് seeds form ചെയ്യുന്നത്. Clear അല്ലേ? ഇത്രയും കോൺസെപ്റ്റ് ആണ് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ സീ, ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കേസിൽ നിങ്ങൾ കാണാൻ പറ്റും അവിടെ മെയിനായിട്ട് ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? അവിടെ ഒരു ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഒരു ബീയോ അല്ലെങ്കിൽ ഒരു കാറ്റോ എന്ത് വേണമെങ്കിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ ഉണ്ടാവാം. അപ്പോൾ പോളിനേഷൻ എന്നൊരു പ്രോസസ്സിലൂടെയാണ് അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയറായിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? നൗ സി, ഇതിൽ വഴിയാണ് നമ്മുടെ റീപ്രൊഡക്ഷൻ നടക്കുക. അതായത് പോളൻ ഗ്രെയിൻസ് എന്തിലൂടെ പോകും? പോളൻ ട്യൂബിലൂടെ പോയി ഒവ്യൂളിലെത്തി അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അങ്ങനെ ഒരു കണ്ടീഷനാണ് നമുക്കിവിടെ നടക്കുക. ഇതൊരു ഫ്ലവറിൻ്റെ ഒരു കേസാണ്. ഫ്ലവറിൻ്റെ കേസിൽ പോളൻ ഗ്രെയിന്, പോളൻ ട്യൂബ്, ഒവ്യൂള്. നമ്മളൊരു ഫ്ലവറിനെ ഇങ്ങനെ എടുക്കുമ്പോൾ അപ്പം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇൻ ദ ഫോം ഓഫ് ഒരു ഓവർ എന്ന രീതിയിൽ നമുക്കിവിടെ ഇങ്ങനെ ക്യാരക്ടറൈസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു ഓവർ ഉണ്ട് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ അല്ലേ മക്കളെ? വരച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഒരു ഒബ്യൂൾ ഉണ്ടാവും. ഈ കേസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അതേപോലെ തന്നെ നോക്ക്, അവിടെ എന്താ സംഭവിക്കുന്നുണ്ട്? ഇവിടെ ഇങ്ങനെ ഉള്ളിലൂടെ ഒരു ട്യൂബ് ഉണ്ടാവും. അപ്പോൾ ഈ ട്യൂബിലൂടെ എന്താണ്? നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാവേ. അതിങ്ങനെ പോയി ഇവിടെ എത്തി അവിടെ ഫ്യൂഷൻ നടക്കുന്നു. അവിടെ എന്താണ്? ഒവ്യൂൾ ഫോം, അവിടെ ഓവറിൽ നിന്ന് ഒവ്യൂൾ ഫോം ചെയ്യുന്നു. അവിടെ ഫ്യൂഷൻ നടന്ന് പുതിയൊരു ഓഫ് സ്പ്രിങ് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ. നൗ സി, നമുക്ക് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമുക്കൊന്ന് പോയോക്കാം മക്കളെ. എങ്ങനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ടൈപ്സ് ഉണ്ടാവുന്നത്? അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പോയാലോ മക്കളെ? നിങ്ങൾ റെഡി ആണോ?
റെഡി അല്ലേ? സോ ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് മക്കളെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ ടൈപ്സ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? റെഡി അല്ലേ? സോ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? നമ്പർ 1 വി ഹാവ് ഫിഷൻ. നമുക്ക് എന്തുണ്ട് മക്കളെ? ഫിഷൻ ഉണ്ട്. അതേപോലെ തന്നെ ബഡിങ് ഉണ്ട്. ദെൻ വി ഹാവ് fragmentation, then we have vegetative propagation, we have regeneration, and we have spore formation. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് asexual reproduction? Types of asexual reproduction. Number 1 we have fission ഉണ്ട് നമുക്ക്. Number 2 we have fragmentation. We have fragmentation, we have budding, we have vegetative propagation, then we have regeneration, then we have spore formation. Then we have spore formation. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത്. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? സോ വി ഹാവ് ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ, ബഡിങ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, റീജനറേഷൻ ആൻഡ് സ്പോർ ഫോർമേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ഫോർ യു. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. Now see, എന്താണ് മക്കളെ ഫിഷന്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റാൻ നോക്കാം. Now we are going to learn about എന്താണ് ഫിഷൻ. എന്താണ് ഫിഷൻ? ഫിഷൻ ശ്രദ്ധിച്ചോ? ഫിഷന്റെ കേസിൽ നോക്കാം. In this organism divide two or more equal part and each develops into an identical new individuals. It's mostly taking place in എന്താണ് യൂണിസെല്ലാർ ഓർഗാനിസം. ഇത് എവിടെയാണ് നടക്കുന്നത് മക്കളെ? ഫിഷൻ എന്ന് പറഞ്ഞ പ്രോസസ് യൂണിസെല്ലാർ ഓർഗാനിസത്തിലാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ അത് എന്തിലുള്ള കേസിലാണ് നമ്മളിപ്പോൾ ആദ്യം മുതലേ ഓർഗാനിസത്തിന്റെ കേസിൽ ഫുൾ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. പ്ലാന്റ്സിന്റെ മാത്രമല്ല ഓർഗാനിസത്തിന്റെ കേസിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോ. ഇൻ ദിസ് ഓർഗാനിസംസ് ഡിവൈഡ് ടു ഓർ മോർ. അതിലെങ്ങനെ നടക്കുക? ഓർഗാനിസം ഡിവൈഡ്സ് ഇൻടു ടു ഓർ മോർ ഈക്വൽ പാർട്ട്. ടു ഓർ മോർ എന്താണ് മക്കളെ? ഈക്വൽ പാർട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ഈച്ച് ഈക്വൽ പാർട്ട് ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഈച്ച് ഡെവലപ്സ് ഇൻടു എൻ ഐഡന്റിക്കൽ ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. ഈച്ച് ഡെവലപ്സ് ഇൻടു എൻ ഐഡന്റിക്കൽ ന്യൂ ഇൻഡിവിജ്വൽ. ഈച്ച് ഡെവലപ്സ് ഇൻടു എൻ ഐഡന്റിക്കൽ ന്യൂ ഇൻഡിവിജ്വൽ. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് മോസ്റ്റ്ലി ടേക്ക് പ്ലേസ് ഇൻ യൂണിസെല്ലാർ ഓർഗാനിസം. അത് എവിടെയാണ് മക്കളെ ഒക്കർ ചെയ്യുന്നത്? ഒരു യൂണിസെല്ലാർ ഓർഗാനിസത്തിലാണ് അത് ടേക്കൺ പ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ചോ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഇൻ ദിസ് മോഡ് ഓഫ് reproduction, in this mode of asexual reproduction, എന്താണ് in this mode of asexual reproduction എന്താ നടക്കുന്നത്? in this mode of asexual reproduction ലെ the organisms divide two or more equal part and each develops into അതായത് ഓരോന്നും each develops into identical new individuals each develops into identical new individuals. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് മോസ്റ്റ്ലി സീൻ ഇൻ ആരിലാണ് കാണുന്നത്? ഇറ്റ് ഈസ് മോസ്റ്റ്ലി സീൻ ഇൻ എവിടെയാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് കാണുന്നത്. ആരിലാണ്? യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് അത് മെയിൻ ആയിട്ട് കാണുന്നത്. അത് എവിടെയാണ് മക്കളെ കാണുന്നത്? മെയിൻ ആയിട്ട് ഒരു യൂണിസെല്ലാർ ഓർഗാനിസത്തിലായിട്ടാണ് അത് മെയിൻ ആയിട്ട് കാണുന്നത്. എവിടെയാണ് കാണുന്നത്? ഒരു യൂണിസെല്ലാർ ഓർഗാനിസത്തിൽ. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ഓൾവേസ് വിസിബിൾ ഇൻ എ യൂണിസെല്ലാർ ഓർഗാനിസം. ക്ലിയർ അല്ലേ മക്കളെ? സോ കോൺസെപ്റ്റ് നോക്ക്. ഫിഷൻ എന്ന് പറയുന്നത് ഇൻ ദിസ് ഓർഗാനിസം ഡിവൈഡ്സ് ടു
two or more equal part and each develops into identical new individuals. It is mostly take place in എവിടെയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം. ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ ഫിഷന്റെ കേസിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള ഫിഷനും കൂടി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് ഫിഷന്റെ രണ്ട് ടൈപ്പ്? വി ഹാവ് നമ്പർ 1 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ് ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? Number 1, we have binary fission. We have binary fission and that is in amoeba. അമീബയിൽ കാണുന്ന ഒരു ബൈനറി ഫിഷനും ഉണ്ട്. അതേപോലെ മൾട്ടിപ്പിൾ ഫിഷൻ that is seen in എന്താണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൽ കാണുന്നതുമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫിഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ബൈനറി ഫിഷനും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫിഷനും. ബൈനറി ഫിഷൻ എവിടെയാണ് മക്കളെ കാണിക്കുന്നത്? അത് അമീബയിലാണ് കാണിക്കുന്നത്. ബൈനറി ഫിഷൻ എന്തിലാണ് കാണിക്കുന്നത്? അമീബയിലാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫിഷൻ എവിടെയാണ് കാണിക്കുന്നത് മക്കളെ? പ്ലാസ്മോഡിയത്തിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കാൻ നമുക്ക് നോക്കാം. ഈ സാധാരണ കേസിൽ ബൈനറി ഫിഷന്റെ കേസിൽ നോക്കാം. ബൈനറി ഫിഷന്റെ കേസിൽ ഒരു ഇൻഡിവിജ്വൽ ഉണ്ട് ഇവിടെ. ആ ഇൻഡിവിജ്വൽ എന്താവും? ഒന്നിങ്ങനെ ലോങ്ങേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും മക്കളെ? രണ്ടെണ്ണായിട്ട് അവ മാറി അത് രണ്ടെണ്ണായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അത് പിന്നീട് ആ രണ്ടെണ്ണം എന്താവും? നാലെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആ നാലെണ്ണം പിന്നീട് 8 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ബൈനറി ഫിഷൻ ഇൻ അമീബ നടക്കുന്നത്. ഇനി നോക്ക് നിങ്ങൾ ഇവിടെ നോക്ക്. മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുമ്പോൾ എല്ലാം മൾട്ടിപ്പിൾ ആയിട്ട്, അതായത് ഇതൊന്നും തന്നെ നടക്കുന്നത്. ഇത് 1, അടുത്തതിൽ അത് 2 ആവും, അടുത്തതിൽ അത് 4 ആയി, അടുത്തതിൽ അത് 6 ആയി. അതായത് ഇങ്ങനെ പോകുന്ന ഒരു പ്രോസസ്സായിട്ടാണ് അത് പോകുന്നത്. കണ്ടോ? മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ കുറേ മൾട്ടിപ്പിൾസ് ആയിട്ട് അതിങ്ങനെ ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 1 2, 2ൻ്റെ അടുത്ത് 4, 4ൻ്റെ അടുത്തത് അങ്ങനെ 4ൻ്റെ അടുത്താണ് പറയുന്നത്. 4ൻ്റെ അടുത്ത് എന്തിരിക്കും? അതിൻ്റെ സ്ക്വയർ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോൾ ആ രീതിയിലാണ് ബൈനറി ഫിഷൻ ഇൻ അമീബയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ പ്ലാസ്മോഡിയത്തിൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഫിഷൻ ഈസ് ക്ലിയർ ഫോർ യു. ഫിഷൻ്റെ കോൺസെപ്റ്റ് ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലേക്ക് ഒന്ന് മൂവ് ചെയ്താലോ? നോക്കാം. നമുക്ക് എന്തുണ്ട്? ബൈനറി ഫിഷനും ഉണ്ട്, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫിഷനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. ഇങ്ങനെ ഉണ്ടാവുക. ഇൻ ദിസ് the cell of an organism divide into 2. അപ്പോൾ നോക്ക്, in binary fission എന്താണ്? അത് രണ്ടായിട്ട് മാത്രം ഡിവൈഡ് ചെയ്യും കേട്ടോ. അതിൻ്റെ ഫർദർ ആയിട്ട് അങ്ങോട്ടേക്കൊരു ഡിവിഷൻ നടക്കൂല. ഓക്കെ, അത് നേരത്തെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ നടക്കേണ്ടതാണ്. പക്ഷെ അത് ബൈനറി ഫിഷനിലാകുമ്പോൾ അത് നടക്കൂല. ഓക്കെ, സോ in this the cell of an organism divide into 2. In this cell of an organism divides into 2. In this എന്താണ്? The cell of the organism divide into 2. എക്സാമ്പിൾ ആരിലാണ് മക്കളെ? അമീബിയ ആൻഡ് ലിഷ്മാനിയ കോസസ് കാലാഹസാർ. കാലാഹസാർ എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്ന ആരാണ്? ലിഷ്മാനിയ. അപ്പോൾ ഇറ്റ് ഈസ് സീൻ ഇൻ എക്സാമ്പിൾ എന്താണ്? അമീബ ഉണ്ട്. അതേപോലെ തന്നെ ഒരാളും കൂടി നിങ്ങൾ പഠിച്ചോ, ലൈഷ്മേനിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇറ്റ് കോസസ് വാട്ട്? കോസസ് ഡിസീസ് നോൺ ആസ് എന്താണ്? കാല-അസർ എന്ന് പറഞ്ഞൊരു ഡിസീസ് അത് കോസ് ചെയ്യുന്നുണ്ട്. ഇത് എവിടെയാണ് കാണുന്നത് മക്കളെ? ബൈനറി ഫിഷന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. എന്തിന്റെ കേസിലാണ് പറഞ്ഞത്? ബൈനറി ഫിഷന്റെ കേസിലാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചോ. മൾട്ടിപ്പിൾ ഫിഷന്റെ കേസ് നോക്കാം നമുക്ക്. മൾട്ടിപ്പിൾ ഫിഷന്റെ കേസ് എന്തിരിക്കും മക്കളെ എന്ന് നോക്കിയാലോ. മൾട്ടിപ്പിൾ ഫിഷനിൽ എന്താണ്? പേരിൽ തന്നെ നമുക്കറിയാലോ മൾട്ടിപ്പിൾ ഫിഷൻ. അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് നോക്കാം. ഇൻ ദിസ് some single celled organism divides into many daughter cells. അതായത് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഡിവൈഡ് into many daughter cells.
സിംഗിൾ സെൽഡ് ഓർഗാനിസം ഡിവൈഡ്സ് ഇൻറ്റു മെനി ഡോട്ടർ സെൽസ്. സിംഗിൾ സെൽഡ് ഓർഗാനിസം എന്താണ്? ഡിവൈഡ്സ് ഇൻറ്റു മെനി ഡോട്ടർ സെൽസ്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ദെൻ വി ഹാവ് എന്തൊക്കെയാണ് നമുക്കുള്ളത്? പ്ലാസ്മോഡിയം ഉണ്ട് നമുക്ക്. എക്സാമ്പിൾ ആയിട്ട് വി ഹാവ് പ്ലാസ്മോഡിയം, ദാറ്റ് ഈസ് മലേറിയൽ പാരസൈറ്റ് ആണ് പ്ലാസ്മോഡിയം. എന്താണ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം മക്കളെ? പ്ലാസ്മോഡിയം ഉണ്ടെന്ന് പറഞ്ഞൂടെ? നമുക്ക് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞൂടെ? അതെന്താണ്? ഒരു മലേറിയൽ പാരസൈറ്റ് ആണ്. ഒരു മലേറിയൽ പാരസൈറ്റ് ആണ്. ആര് മക്കളെ? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുമ്പോൾ ഒരു മലേറിയൽ പാരസൈറ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒരു മലേറിയൽ പാരസൈറ്റ് ആണ് എന്ത്? പ്ലാസ്മോഡിയം. അപ്പോൾ ബൈനറി ഫിഷനും ക്ലിയർ ആണ്, മൾട്ടിപ്പിൾ ഫിഷനും ക്ലിയർ ആണ്. ഇൻ ബൈനറി ഫിഷൻ the cell of an organism divided into two. We have example amoeba, leishmania, which causes chalasa. Then we have multiple fission in this. എന്താണ്? Some single celled organism divided into many daughter cells. For example, we have plasmodium, that is malarial parasite. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിഷന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫിഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ. നൗ സ്പോർ ഫോർമേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ അവസാനത്തെ ടോപ്പിക് അല്ലേ സ്പോർ ഫോർമേഷൻ, അവസാനത്തെ ഒരു അസെക്ഷൽ ടൈപ്പ് നമ്മൾ പറഞ്ഞത്. അത് സെക്കൻഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. സോ എന്താണ് സ്പോർ ഫോർമേഷൻ നോക്കാം നമുക്ക്. In spore formation, the mode of asexual reproduction in which എന്താണ് some non-flowering plants reproduce with the help of small round bodies called spores. എന്താണ് called spore or is known as എന്താണ് spore formation. The mode of asexual reproduction in which some non-flowering plants reproduce with the help of small round spores is known as എന്താണ് സ്പോർ ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് മക്കളെ സ്പോർ ഫോർമേഷൻ? നോക്ക്. The mode of asexual reproduction in which some non-flowering plants reproduce with the help of small round bodies, small ആയിട്ടുള്ള round bodies, and that is called, which is known as എന്താണ് അതിനെ വിളിക്കുക? എന്താണ്? സ്പോർസ് എന്ന് നമ്മൾ വിളിക്കുക. അതുകൊണ്ട് ഉണ്ടാവുന്നതിനെ നമ്മൾ എന്ത് പറയാ? സ്പോർ ഫോർമേഷൻ എന്ന് പറയാം. എന്താ നമ്മൾ പറയാ? സ്പോർ ഫോർമേഷൻ. We call it as എന്താണ് മക്കളെ നമ്മൾ അതിനെ വിളിക്കുക? സ്പോർ ഫോർമേഷൻ എന്ന് നമ്മൾ വിളിക്കുക. എന്താ വിളിക്കുക? സ്പോർ ഫോർമേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. So the mode of asexual reproduction in which some non-flowering plants എന്താണ് non-flowering plants? എന്താണ് ഇത്? Non-flowering plants reproduce with the help of small round bodies called spores, and that is known as the spore formation. Spore formation മനസ്സിലായോ മക്കളെ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ കോൺസെപ്റ്റ് സ്പോർ ഫോർമേഷന്റെ? ഓക്കെ അല്ലേ? ഞാൻ ശ്രദ്ധിച്ചോ? Each spore is covered by a hard and thick wall. Each spore, എടാ ഒരു each and every spore is covered by എന്താണ്? ഒരു hard and thick wall ആണ്, which protects it from the harsh conditions like extreme temperatures and lack of water. Extreme temperatures and as well as a lack of water. കോൺസെപ്റ്റ് മനസ്സിലായോ മക്കളെ? സോ ഈച്ച് സ്പോർ ഈസ് എന്താണ്? സ്പോറിന്റെ കേസ് നോക്കാം. ഈച്ച് സ്പോർ ഈസ് എന്താണ് മക്കളെ? ഈസ് കവേർഡ് ആണ്. ഈസ് കവേർഡ്. ഈച്ച് സ്പോർ ഈസ് കവേർഡ് വിത്ത് എന്താണ്? ഹാർഡ് ആൻഡ് തിക്ക് വോൾ ആണ്. ഒരു ഹാർഡ് ആയിട്ടുള്ള തിക്ക് ആയിട്ടുള്ള ഒരു വോൾ കൊണ്ടാണ്. എന്താണ്? വിത്ത് ഹാർഡ് ആൻഡ് തിക്ക് വോൾ, which അതെന്താ? അപ്പോൾ തിക്കും ഹാർഡ് ആയതുകൊണ്ട് തന്നെ which protects ആണ് മക്കളെ. which protects it from harsh ആയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. which protects from harsh conditions like extreme temperature, like എന്താണ്? എക്സ്ട്രീം ആയിട്ടുള്ള extreme temperatures and lack of water. എക്സ്ട്രീം ടെമ്പറേച്ചറും അതേപോലെ എന്താണ്? ലാക്ക് ഓഫ് വാട്ടറും. ഇറ്റ്സ് കണ്ടീഷൻ ഫ്രം എക്സ്ട്രീം ടെമ്പറേച്ചറും അതേപോലെ ലാക്ക് ഓഫ് വാട്ടറിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അത്രയും കോൺസെപ്റ്റാണ് നമ്മുടെ സ്പോർ ഫോർമേഷൻ്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് സ്പോർ ഫോർമേഷൻ ഈസ് ക്ലിയർ ഫോർ യു. അപ്പോൾ നോക്ക്, ദ മോഡ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ വിച്ച്
Some non-flowering plants reproduce with the help of some round bodies called spores and is known as what? Spore formation. Each spore is covered with a hard, thick wall which protects the from the harsh climates like conditions like extreme temperature, lack of water എന്നീ കണ്ടീഷൻസ് ആണ് നമ്മൾ സ്പോർ ഫോർമേഷൻ്റെ കേസ് പറയുന്നത്. സോ ഐ ഹാവ് ദ കോൺസെപ്റ്റ് ഓഫ് സ്പോർ ഫോർമേഷൻ ഇസ് ക്ലിയർ ഫോർ യു. സ്പോർ ഫോർമേഷൻ ഒരു ഐഡിയ കിട്ടിയല്ലോ മക്കളെ, കോൺസെപ്റ്റ് ഓക്കെ അല്ലേ, റെഡി അല്ലേ? ഇനി നോക്കാം. സി എ സ്പോർ ബിക്കംസ് ന്യൂ പ്ലാന്റ് ഓൺലി വെൻ ടെമ്പറേച്ചർ ഈസ് കറക്റ്റ് ആൻഡ് വാട്ടർ ഈസ് പ്രസന്റ്. മനസ്സിലായോ? അതായത് ഒരു സ്പോറ് എന്ന് പറയുന്ന ഒരു സ്പോറ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ റൗണ്ട് ആയിട്ടുണ്ടാവും. ഇതാണ് സ്പോറിന്റെ കേസ്. നിങ്ങൾ പറയാം, ഈ സ്പോറ് എന്താവണം മക്കളെ? ഈ സ്പോറ് എന്താവണം? ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് മാറണമെങ്കിൽ എന്താണ് മക്കളെ എന്താ ചെയ്യേണ്ടത്? ഓൺലി വെൻ എന്താണ്? ടെമ്പറേച്ചർ ഈസ് കറക്റ്റ് ആൻഡ് വാട്ടർ ഈസ് പ്രസന്റ്. ടെമ്പറേച്ചർ ഈസ് കറക്റ്റും അതേപോലെ വാട്ടറും പ്രസന്റ് ആയാൽ മാത്രമാണ്, ടെമ്പറേച്ചർ കറക്റ്റ് ആയാലും അതേപോലെ വാട്ടർ അവിടെ പ്രസന്റ് ആയാലും മാത്രമാണ് നമുക്ക് അവിടെ എന്ത് പറയുക? ഒരു സ്പോർ ഫോർമേഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുക. ഒരു സ്പോർ ഫോർമേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുക. എ സ്പോർ ബിക്കംസ് എ ന്യൂ പ്ലാന്റ് ഓൺലി വെൻ ദ ടെമ്പറേച്ചർ ഈസ് കറക്റ്റ്. എങ്ങനെയാ മക്കളെ? ഓൺലി വെൻ ദ ടെമ്പറേച്ചർ ഈസ് കറക്റ്റ്. ടെമ്പറേച്ചർ കറക്റ്റ് ആകുമ്പോൾ മാത്രം. ആൻഡ് വാട്ടർ പ്രസന്റ് ആണ്, വാട്ടറും അവിടെ പ്രസന്റ് ആയിരിക്കണം. സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് സ്പൊറാഞ്ചിയ. ഇതൊക്കെ അല്ലേ? സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് സ്പൊറാഞ്ചിയ. എങ്ങനെയാണ്? സ്പോർസ് ആർ produced in structures called, എന്താണ് സ്ട്രക്ചേഴ്സിനെ വിളിക്കുക? സ്പൊറാഞ്ചിയ. എന്ന സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ വിളിക്കുക. അതായത് സിംഗുലർ ആയിട്ട് സ്പൊറാഞ്ചിയം എന്ന് നമ്മൾ പറയും. എങ്ങനെയാണ് മക്കളെ? നോക്ക്, സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് സ്പൊറാഞ്ചിയ. സ്പോർസ് ആർ പ്രസന്റ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് എന്താണ്? സ്പൊറാഞ്ചിയ. എന്താ നമ്മൾ വിളിക്കുക മക്കളെ? സ്പൊറാഞ്ചിയ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് സ്പൊറാഞ്ചിയ. അത് ഇത്ര കാര്യങ്ങൾ ഓക്കെ അല്ലേ? കോൺസെപ്റ്റ് സിംഗുലർ ആയിട്ട് നമ്മൾ എന്ത് പറയും? സ്പൊറാഞ്ചിയം എന്ന് പറയും. ഇനി സ്പോർ ഫോർമേഷൻ എവിടെയൊക്കെയാണ് കാണുന്നത് മക്കളെ? സ്പോർ ഫോർമേഷൻ ക്യാൻ ബി സീൻ ഇൻ, എവിടെയാണ്? ക്യാൻ ബി സീൻ ഇൻ, എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത്? സീൻ ഇൻ ഫേൺസ് ആൻഡ് മോസസ്. ഫേൺസിലും അതേപോലെ തന്നെ മോസസിലുമായിട്ടാണ് അത് കാണുന്നത്. ഫേൺസിലും അതേപോലെ തന്നെ മോസസിലുമായിട്ടാണ് എന്ത് കാണുന്നത്? സ്പോർ ഫോർമേഷൻ കാണുന്നത്. സ്പോർ ഫോർമേഷൻ ക്യാൻ ബി സീൻ ഇൻ, എവിടെയാണ്? ഫേൺസ് ആസ് വെൽ ആസ് ഇൻ മോസസ്. ഫേൺസിലും മോസസിലുമാണ് സ്പോറിന്റെ ഫോർമേഷൻ കാണുന്നത്. ഇത്രയും കോൺസെപ്റ്റ്സ് ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ നോക്കാം. എ സ്പോർ ബിക്കംസ് എ ന്യൂ പ്ലാന്റ് ഓൺലി വെൻ ദ ടെമ്പറേച്ചർ ഈസ് കറക്റ്റ് ആൻഡ് വാട്ടർ ഈസ് പ്രസന്റ്. സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്ട്രക്ചേഴ്സ് കോൾഡ് സ്പൊറാഞ്ചിയ. അതായത് സിംഗുലർ ആയിട്ട് നമ്മൾ സ്പൊറാഞ്ചിയം എന്ന് വിളിക്കുന്നു. സ്പോർ ഫോർമേഷൻ ക്യാൻ ബി സീൻ ഇൻ ഫേൺ ആൻഡ് മോസ്. ഫേണിലും മോസിലാണ് നമ്മൾ സ്പോർ ഫോർമേഷൻ മെയിൻ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ മക്കളെ? സ്പോർ ഫോർമേഷനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇത്രയും കോൺസെപ്റ്റ്സ് ഓക്കെ അല്ലേ? ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട് ഡിയർ സ്റ്റുഡൻസ്? ഓക്കെ. സോ നോക്കാം, ഒരു സ്പോർ ഫോർമേഷന്റെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും എങ്ങനെ ഉണ്ടാവാൻ നോക്കാം. ഇവിടെ കണ്ടോ സ്പോർസും അതിന് സ്പൊറാഞ്ചിയം നോക്കാം. ഇവിടെ നമുക്ക് ഒരു സ്റ്റൂളോൺ എന്ന് പറഞ്ഞ സ്ട്രക്ചറിലെ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും ഒരു പ്ലാന്റിന്. അതായത് അതിന് എന്തുണ്ടാവും? റൈസോയിഡ്സ് ഉണ്ടാവും. അതേപോലെ ശ്രദ്ധിച്ചോ, അതിൻ്റെ ഈ ഒരു എഡ്ജ് പോയിന്റിൽ ഇങ്ങനെ ഒരു കട്ടായിട്ടുള്ള സാധനം ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് എന്തുണ്ടാവും? സ്പോർസ് ഉണ്ടാവും. ഇതിൽ കുറേ സ്പോർസ് ഉണ്ടാവും. ശ്രദ്ധിച്ചോ, അതിൻ്റെ ഈ പാർട്ടിനെ നമ്മൾ സ്റ്റോളോൺ എന്ന് വിളിക്കാം. സ്റ്റോളൺ എന്ന് വിളിക്കുക. അതുപോലെ ഈ ഒരു പാർട്ട് നമ്മൾ എന്താണ് ടോട്ടലായിട്ട് വിളിക്കുക? സ്പൊറാഞ്ചിയ, സ്പൊറാഞ്ചിയം എന്നായിട്ട് വിളിക്കുക.
സ്പൊറാഞ്ചിയം എന്നായിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. സ്പൊറാഞ്ചിയം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ എന്താ വിളിക്കുന്നത്? സ്പൊറാഞ്ചിയം എന്ന രീതിയിലാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? സ്പൊറാഞ്ചിയം എന്ന രീതിയിൽ. അത് കഴിഞ്ഞിട്ട് വി ഹാവ് സ്പൊറാഞ്ചിയോസ്പോർ. ഇത് ടോട്ടലായിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മൾ എന്ത് പറയാ മക്കളെ? സ്പൊറാഞ്ചിയോസ്പോർ എന്ന് നമ്മൾ വിളിക്കുക. അതിനുള്ളിലുള്ള ആളുകൾ ഉണ്ടാവില്ല, ഇങ്ങനെ ഡോട്ടായിട്ട് കാണുന്നത്. ഇതൊക്കെ എന്താണ് മക്കളെ? സ്പോർസ് ആണ്. ഇവയാണ് സ്പോർസ്. ഇത് അതിനടിയിലൊരു വേര് പോലെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ റൈസോയിഡ് എന്നും വിളിക്കുന്നു. അപ്പം ഇതാണ് ഒരു സ്പോർ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുക, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളുമായിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്? നൗ സീ ഇൻ കേസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ. എന്ന് നമ്മൾ ആരുടെ കേസ് പറയുന്നുണ്ട് മക്കളെ? ഫ്രാഗ്മെന്റേഷന്റെ കേസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വാട്ട് യു മീൻ ബൈ ഫ്രാഗ്മെന്റേഷൻ മക്കളെ? എന്താണ് നമ്മൾ ഫ്രാഗ്മെന്റേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്ന് നോക്കിയാലോ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ മക്കളെ? ശ്രദ്ധിച്ചോളെ. ഫ്രാഗ്മെന്റേഷൻ ആണ് നമ്മുടെ അടുത്ത ടോപ്പിക്. സോ അടുത്ത ആള് നമ്മൾ അടുത്ത സെക്ഷൽ ടോപ്പിക് ഓഫ് റീപ്രൊഡക്ഷൻ എന്താണ്? ഫ്രാഗ്മെന്റേഷൻ നോക്കാം. സോ വി ആർ ലേണിംഗ് അബൌട്ട് ഫ്രാഗ്മെന്റേഷൻ. Okay, breaks up into smaller pieces and they grow into new individuals. Example we have Spirogyra. അതായത് ഓർഗാനിസം, അതായത് ഒരു ഓർഗാനിസം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ആയിട്ട് പെട്ടെന്ന് അത് പൊട്ടിയിട്ട് കുറേ കഷ്ണങ്ങളായിട്ട് അത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയ ഓരോ കഷ്ണങ്ങളും പിന്നീട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അത് ഗ്രോ ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷനാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? ഫ്രാഗ്മെന്റേഷൻ എന്ന്. അതായത് ഒരു പെന്ന്, ഇപ്പൊ ഒരു പെന്നിന്റെ കേസ്, ഇത് ഞാൻ പല രീതിയിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഇട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോരോ കട്ട് ചെയ്ത പീസിലെ അത് വളരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഗ്രോ ചെയ്യുന്നത്, അത് ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള പ്രോസസ്സാണ് എവിടെ നടക്കുന്നത് മക്കളെ? ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ നമ്മൾ കാണുന്നത്. എങ്ങനെ? എന്തിന്റെ കേസിൽ? ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ കാണുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോ, ദ പ്രോസസ് ബൈ വിച്ച് ഇസ് എ പ്രോസസ് ഓഫ് organism in which it breaks up into smaller pieces. into എന്താണ് മക്കളെ? smaller pieces and they grow into new individuals. simple അല്ലേ? they grow into ന്യൂ ഇൻഡിവിജ്വൽസ്. അങ്ങനെയുള്ള ആളുകളാണ്, അങ്ങനെയുള്ള പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയാ? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ? എന്താ പറയുന്നത്? നമ്മൾ ഫ്രാഗ്മെന്റേഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത് മക്കളെ? ഫ്രാഗ്മെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർലി? വി കോൾ ദം ആസ് വാട്ട്? ഫ്രാഗ്മെന്റേഷൻ. ശ്രദ്ധിച്ചോ. ഫോർ എക്സാമ്പിൾ വി ഹാവ് സ്പൈറോഗൈറ. നമ്മൾ എക്സാമ്പിൾ ആരെ കുറിച്ചാണ് പറയുന്നത്? സ്പൈറോഗൈറ. ഗ്രീനിഷ് filamentous multicellular structures seen in pond or lake. അതിന് നമ്മൾ എന്താ പറയുക? സ്പൈറോഗൈറ എന്ന് പറയും. സ്പൈറോഗൈറയുടെ കേസിൽ എന്ന് പറയുമ്പോൾ സ്പൈറോഗൈറ ആരാണ് മക്കളെ? ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള filamentous multicellular structures seen in എവിടെയാണ് കാണപ്പെടുന്നത്? പോണ്ടിലോ ലേക്കിലോ ആയിട്ട് കാണപ്പെടും. പോണ്ട് ഓർ ലേക്ക്. അതിന് നമ്മൾ എന്താ പറയാ? സ്പൈറോഗൈറ എന്ന് പറയാം. അപ്പോൾ സ്പൈറോഗൈറയിലാണ് ഫ്രാഗ്മെന്റേഷൻ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് എന്ന് നമുക്ക് പറയാം. സ്പൈറോഗൈറയിലാണ് മെയിൻ ആയിട്ട് ഫ്രാഗ്മെന്റേഷൻ കാണുന്നത് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഒരു സ്പൈറോഗൈറയുടെ കേസിൽ നമ്മൾ എടുക്കുക. ഇതാണ് ഒരു സ്പൈറോഗൈറിന്റെ സ്ട്രക്ചർ. ഈ ഒരു സ്പൈറോഗൈറ പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്യേണ്ടി വന്നു. ആ സ്പൈറോഗൈറയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. സ്പൈറോഗൈറയിൽ എന്തുണ്ട് മക്കളെ? ഇവിടെ നമുക്കൊരു ന്യൂക്ലിയസ് കാണാൻ പറ്റും. എന്താ നമുക്ക് കാണാൻ പറ്റുക? അവിടെ ഒരു ന്യൂക്ലിയസ് കാണാൻ പറ്റും. വി ഹാവ് എ സെപ്റ്റം ഉണ്ട്. നമ്മൾ ഹാർട്ടിനൊക്കെ കേസിൽ അറിയില്ല, നമുക്ക് സെപ്റ്റം പോലെ. അതേപോലെ ഇവിടെ ഒരു സെപ്റ്റം നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്കൊരു സ്പൈറൽ ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ഇവിടെ കാണാം. ഇതുണ്ടോ? ഇങ്ങനെ സ്പൈറൽ ആയിട്ടുള്ള എന്താണ് മക്കളെ? ഇതൊക്കെ ക്ലോറോപ്ലാസ്റ്റ് ആണ്. ഇതൊക്കെ എന്താണ്? സ്പൈറൽ ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റുകളാണ് ഇവയൊക്കെ. സ്പൈറൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ നോക്ക്, ഈ റീജിയൻ ഇതങ്ങ് കട്ടായിപ്പോയി, അല്ലെങ്കിൽ ഈ റീജിയൻ കട്ടായി പോയിട്ടുണ്ടെങ്കിൽ 2 ഇൻഡിവിജ്വൽസ് ആയിട്ട് അത് മാറും. ആ 2 ഇൻഡിവിജ്വൽസ് സെപ്പറേറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നമ്മൾ എന്തിന് പറയുന്നത് മക്കളെ? ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ നമ്മൾ പറയുന്നത്. എന്തിന്റെ കേസിലാണ് നമ്മൾ പറയുന്നത് മക്കളെ? ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ക്ലിയർലേ? അതിന്റെ കേസ് എന്താണ്? ഇറ്റ്സ് നോൺ ആസ് വാട്ട്?
fragmentation. We call them as fragmentation. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് സെറ്റ് അല്ലേ? സോ breaks up into smaller pieces and they grow into new individuals. That is, for example, we have Spirogyra. It's a greenish filamentous multicellular organism seen in ponds or lake. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അത് ഡിവൈഡ് ബ്രേക്സ് അപ്പ് ആകുമ്പോൾ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് അത് ഗ്രോ ചെയ്യുന്നു. രണ്ട് പാർട്ടായിട്ട് ബ്രേക്കപ്പ് ചെയ്താൽ രണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട്, മൂന്നാണെങ്കിൽ മൂന്ന് ഇൻഡിവിജ്വൽ ആയിട്ട്, നാലാണെങ്കിൽ നാല് ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് മൂവ് ചെയ്താലോ? നോക്കാം. The mode of asexual reproduction, in which parent organism breaks away into form a new organism is called what? Fragmentation. നമ്മൾ അവിടെ കണ്ടത് തന്നെയാണ്, സെയിം സാധനം. എന്താണ്? The mode of asexual reproduction. asexual reproductionന്റെ ഒരു മോഡാണ് നമ്മൾ എന്ത്? ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ ഫ്രാഗ്മെന്റേഷൻ അതായത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പാരന്റ് ഓർഗാനിസം, ഇവിടെ എന്താ സംഭവിക്കുന്നത്? പാരന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ട്. ഒരു പാരന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം എന്താവും? അത് ബ്രേക്സ് ഇൻ ടു സ്മോൾ പീസസ്, ബ്രേക്സ് അവേ ഇൻ ടു ഫോം. ആ ബ്രേക്ക് ചെയ്ത ആളുകൾ എന്താണ്? ഒരു ന്യൂ ഇൻഡിവിജ്വൽസ് ആയിട്ട് അത് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ് മക്കളെ? ഫ്രാഗ്മെന്റേഷൻ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഇന്ന് നോക്ക്. ഫ്രാഗ്മെന്റേഷൻ ഈസ് എ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ occurs in fresh water algae called Spirogyra. ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ആൽഗേനാണ് നമ്മൾ വിളിക്കുക. എന്ത്? ഫ്രഷ് വാട്ടർ ആൽഗേന്റെ ഒരു എക്സാമ്പിൾ എന്താണ് മക്കളെ? സ്പൈറോഗൈറയാണ്. അപ്പോൾ ഈ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എവിടെയാണ് കാണുന്നത്? സ്പൈറോഗൈറയിലാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കാണുന്നത്. സോ ഫ്രാഗ്മെന്റേഷൻ ഇസ് എ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് occurs in fresh water algae called Spirogyra. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഓക്കെ അല്ലേ കോൺസെപ്റ്റ്? എന്ന് നോക്ക്. ഈച്ച് ഫ്രാഗ്മെന്റ് ബിഹേവ്സ് ആസ് എൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഈച്ച് ഫ്രാഗ്മെന്റ് ബിഹേവ്സ് ആസ് എൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. ഈച്ച് ഫ്രാഗ്മെന്റ് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ആയിട്ടാണ് അത് ബിഹേവ് ചെയ്യുന്നത്. എന്താണ് മക്കളെ? ഈച്ച് ഫ്രാഗ്മെന്റ് ബിഹേവ്സ് ആസ് എൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. Fragmentation helps an organism to multiply very fast. കോൺസെപ്റ്റ് പിടികിട്ടിയോ? ഫ്രാഗ്മെന്റേഷൻ ഹെൽപ്സ് ആൻ ഓർഗാനിസം ടു മൾട്ടിപ്ലൈ വെരി ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ ഓർഗാനിസത്തെ മൾട്ടിപ്ലൈ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. ഈച്ച് ഫ്രാഗ്മെന്റ് ബിഹേവ്സ് ആസ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം. നമുക്കറിയാം ഈച്ച് ഫ്രാഗ്മെന്റ് എന്താണ്? ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്രാഗ്മെന്റ്സ് ഹെൽപ്സ് ഇൻ ഓർഗാനിസം ടു മൾട്ടിപ്ലൈ വെരി ഫാസ്റ്റ്. മൾട്ടിപ്ലിക്കേഷൻ വെരി ഫാസ്റ്റ് ആയിരിക്കും. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഫ്രാഗ്മെന്റേഷന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ ഈസ് ഓൾസോ ക്ലിയർ ഫോർ യു. ഓക്കെ, നമുക്കിനി നോക്കാം. അടുത്ത പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. എന്താണ് മക്കളെ അടുത്ത പ്രോസസ്സിന്? ബഡ്ഡിങ്. അടുത്ത പ്രോസസ്സാണ് നമ്മളെ മക്കളെ എന്ത്? ബഡ്ഡിങ് ആണ് അടുത്ത പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. എന്താണത്? ബഡ്ഡിങ്. എന്തായിരിക്കും ബഡ്ഡിങ്ങിന്റെ കേസ് നോക്കിയാലോ നമുക്ക്? എന്താ? In this, new organism develops on a bud. എന്താണ്? In this, new organism develops on a bud. ഒരു ബഡിലാണ് ഒരു പുതിയ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ബഡിലാണ് ഒരു ന്യൂ ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? നമുക്ക് ബഡ്ഡിങ് എന്ന് പറയാം. That is the outgrowth on a parent body. Outgrowth on a parent body. The new organism remains attached to the parent body till it gets matures. For example, we have Hydra and yeast. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. In this, organism develops in this type of asexual reproduction. എന്താണ്? New organisms are developed on the ബഡ് റീജിയനിലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ബഡ്ഡിങ് എന്നൊരു പേര് നമ്മൾ പറഞ്ഞത്. എന്താണ് ബഡ്ഡിങ്? അതായത് എവിടെയാണ്? ന്യൂ ഓർഗാനിസം റിമെയിൻസ് അറ്റാച്ച്ഡ് ടു പാരന്റ് ബോഡി. അതായത് ഒരു ഔട്ട്ഗ്രോത്ത് സീൻ ഓൺ ദ പാരന്റ് ബോഡി.
പാരന്റ് ബോഡിയിൽ കാണുന്ന ഒരു ഔട്ട് ഗ്രോത്ത് എന്താണ് മക്കളെ? ഒരു പാരന്റ് ബോഡിയിൽ കാണുന്ന ഔട്ട് ഗ്രോത്തിനെയാണ് നമ്മൾ ബഡ്ഡിങ്ങിന്റെ കേസിൽ പറയുന്നത്. ഇറ്റ്സ് ആൻ ഔട്ട് ഗ്രോത്ത് സീൻ ഇൻ ദ ബോഡി ഓഫ് എ പാരന്റ്. പാരന്റ് ബോഡിയിൽ കാണുന്ന ഒരു ഔട്ട് ഗ്രോത്തിനെ നമ്മൾ എന്ത് വിളിക്കുക? ബഡ്ഡിങ് എന്ന് വിളിക്കാം. പാരന്റ് ബോഡിയിൽ കാണുന്ന ഒരു ഔട്ട് ഗ്രോത്തിനെ നമ്മൾ എന്ത് വിളിക്കാം മക്കളെ? ബഡ്ഡിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ അല്ലേ? So new organism are attached to the parent body till it get mature. അതുകൊണ്ട് തന്നെ ആ new organism it is attached into parent body. It is attached to the parent body. അത് parent body തന്നെ attach ചെയ്യും till it gets mature. അത് മെച്യൂർ ആവുന്നത് വരെ പാരന്റ് ബോഡിയിൽ അത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇരിക്കും മക്കളെ. അതായത് ഇത് സീൻ ഇൻ എവിടെയൊക്കെയാണ് കാണുന്നത്? ഹൈഡ്രയുടെ കേസിലും അതേപോലെ തന്നെ ഈസ്റ്റിന്റെ കേസിലുമാണ് ഇവ കാണപ്പെടുന്നത്. ഹൈഡ്രയുടെ കേസിലും ഈസ്റ്റിന്റെ കേസിലുമാണ് ഇവ കാണപ്പെടുന്നത്. ശ്രദ്ധിച്ചോ, ഒരു ഹൈഡ്രയുടെ കേസിൽ ഒരു ഹൈഡ്ര നമ്മളിങ്ങനെ വരയ്ക്കുന്നു. ഈ ഹൈഡ്ര നോക്കടാ, ഈ ഹൈഡ്രന്റെ ഈ ഒരു റീജിയൻ ഒരു ബഡ് റീജിയൻ ബഡായിട്ട് ഇങ്ങനെ ഫോം ചെയ്യുന്നു. അതിൻ്റെ ഒരു റീജിയനിൽ ഒരു ബഡായിട്ട് ഫോം ചെയ്യുന്നു. ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഒരു ബഡ് ഇങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ആ ബഡ് പിന്നീട് അത് വളരുന്നു. ആ ബഡിന് ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി അത് പ്രോപ്പറായിട്ട് തന്നെ എന്താവുന്നുണ്ട് മക്കളെ? അത് നല്ല രീതിയിൽ എന്താവുന്നുണ്ട്? വളർന്നുകൊണ്ട് പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അത് മാറിക്കൊണ്ടിരിക്കുന്നു. ചെറുതാണ് ഇപ്പോൾ. അത് പിന്നീട് കുറച്ചും കൂടി ഒന്ന് വലുതാവുന്നുണ്ട്. വലുതായി ഇങ്ങനെ വരുന്നുണ്ടേ. നോക്ക്, വലുതായി വന്ന് അത് പിന്നീട് എന്താവും? ഒരു ടൈം എത്തുമ്പോൾ ഇത് വലുതായി നല്ല രീതിയിൽ നല്ല അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കാണിക്കും. ഇതേപോലത്തെ ഒരു കണ്ടീഷൻ, ഇതേപോലുള്ള ആളായിട്ട് മാറി, ഇൻഡിവിജ്വൽ മാറി. പെട്ടെന്ന് അതായത് ഒരു പാരന്റ് ഹൈഡ്ര ഡെവലപ്പിംഗ് എ ബഡ് ആൻഡ് ന്യൂ ബഡ് ഫോം ചെയ്യുന്നേ. ഇനി നോക്ക്, ഇത് പെട്ടെന്ന് അങ്ങ് ഒരു സുപ്രഭാതത്തില് അത് നല്ല രീതിയിൽ മെച്ചുവർ ആയി കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തില് അത് എന്ത് പറ്റും മക്കളെ? അതങ്ങ് മെല്ലെ അങ്ങ് കട്ടായിട്ട് ഇത് സെപ്പറേറ്റ് ആവും. നമ്മളെ പാരന്റ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് മാറി. അവിടെ കണ്ടോ ഒരു പുതിയതായിട്ടുള്ള ഒരു ഹൈഡ്ര, ന്യൂ ഹൈഡ്ര എന്ന രീതിയിൽ അവര് പുതിയൊരു രീതിയിൽ ഫോം ചെയ്യും. അത് കട്ടായിട്ട് വരും. അത് മെച്ചുവറായിട്ട് കട്ടായിട്ട് വരുന്ന ഒരു കണ്ടീഷൻ. ഇങ്ങനെയായിട്ട് അത് മാറും. എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ ഹൈഡ്രയുടെ കേസിലാണ് ഇവ നടക്കുന്നത്. എവിടെ നടക്കുന്നത്? ബഡ്ഡിങ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഹൈഡ്ര. ഹൈഡ്രയുടെ കേസിലാണ് മക്കളെ ബഡ്ഡിങ് നടക്കുന്നത്. ക്ലിയർ അല്ലേ കോൺസെപ്റ്റ്? ഹൈഡ്രയുടെ കേസിലാണ് ബഡ്ഡിങ് നടക്കുന്നത്. In this, new organism develops on the bud, അതായത് ഒരു ഔട്ട് ഗ്രോത്ത് ഓൺ ദ പാരന്റ് ബോഡി. ഇതാണ് ഔട്ട് ഗ്രോത്ത് എന്ന് നമ്മൾ പറയുന്നത്. ഔട്ട് ഗ്രോത്ത് ഓൺ പാരന്റ് ബോഡി. ഒരു പാരന്റ് ബോഡിയിൽ ഉണ്ടാവുന്ന ഔട്ട് ഗ്രോത്ത് അത് റിമെയിൻസ് അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് റിമെയിൻസ് ചെയ്യും അൺടിൽ ഇറ്റ് ഈസ് ഗെറ്റിംഗ് മെച്യൂർഡ് ആയി കഴിഞ്ഞാൽ അത് പിടിവിട്ടു, അത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് വളരുന്നു. മെച്യൂർ ആയാൽ അത് പിടിവിടുന്നു, ഒരു പുതിയൊരു ഓർഗാനിസം ആയിട്ട് അത് വളരുന്നു. ഇത്രയും കേസാണ് നമ്മൾ ബഡ്ഡിങ്ങിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് ബഡ്ഡിങ് ഈസ് ക്ലിയർ ഫോർ യു. ബഡ്ഡിങ് ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. നൗ വി ക്യാൻ ഗോ ഫോർ ഈ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ഉള്ള രീതിയിൽ നമുക്കൊന്ന് പറഞ്ഞു പോവാം. The mode of asexual reproduction in which small bud forms on the surface of the parent organism in order to give rise to a new organism is called budding. സിമ്പിൾ അല്ലേ? ഒരു ഔട്ട് ഗ്രോത്ത് ഫോം ചെയ്തു, അത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് എ സ്മോൾ ബഡ്? ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് is a type of asexual reproduction in which a small എന്താണ് bud, a small bud forms on the surface of parent organismത്തിന്റെ സർഫേസിൽ ഫോം ചെയ്യുന്നു. in order to give rise to new ഓർഗാനിസം എന്ന് പറയാം. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് മക്കളെ? ബഡ്ഡിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ബഡ്ഡിംഗ് എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി നോക്ക്, ബഡ്ഡിംഗ് ഈസ് എ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ഈസ് ഒക്കേഴ്സ് ഇൻ മൈക്രോ ഓർഗാനിസം. ബഡ്ഡിംഗ് എന്താണ്? ബഡ്ഡിംഗ് is a type of reproduction that is occurring in microorganism. മൈക്രോഓർഗാനിസത്തിലാണ് അത് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. സച്ച് ആസ് എന്താണ്? ബാക്ടീരിയ, ഈസ്റ്റ്, അങ്ങനെയുള്ള ആളുകളിലാണ് അത് മെയിൻ ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. ഹൈഡ്രയിലും ഉണ്ട്. ഹൈഡ്ര നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷെ ഹൈഡ്രയും ഉണ്ട്. ഓക്കെ അല്ലേ? ബാക്ടീരിയ, ഈസ്റ്റും ഉണ്ട്. ക്ലിയർ അല്ലേ മക്കളെ കോൺസെപ്റ്റ്? ഇനി നോക്ക്, ദ ബഡ് ഡെവലപ്ഡ് ഇൻ ബഡ്ഡിംഗ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഫ്ലവർ ബഡ്. ദ ബഡ് ഡെവലപ്സ് ഇൻ ബഡ്ഡിംഗ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ഫ്ലവർ ബഡ്. അതായത് ബഡ്ഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്ത ബഡ് എന്താണ്? ഡിഫറെന്റ് ഫ്രം എന്തിലായിരിക്കും? ഫ്ലവർ ബഡ്.
ഒരു ബഡ്ഡിങ്ങിൽ നടക്കുമ്പോൾ ബഡ്ഡിങ്ങിൽ ഉണ്ടാകുന്ന ബഡ് എന്താണ്? ഒരു ഫ്ലവറിങ് ബഡ്, ഒരു ഫ്ലവർ ബഡിനെ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ഫ്ലവർ ബഡിൽ നിന്ന് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ശ്രദ്ധിച്ചോ. ദ ബഡ് ബിക്കംസ് ലാർജ്. ബഡ് എന്താവും മക്കളെ? ബഡ് ബിക്കംസ് ലാർജ്. ബഡ് ലാർജർ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ആൻഡ് ബ്രേക്സ് ഓഫ് ഫ്രം ദ പാരന്റ് ടു ഫോം എ ന്യൂ പ്ലാൻ. അത് ബ്രേക്ക് ചെയ്തിട്ട് പാരന്റിൽ നിന്ന് ഒരു പുതിയൊരു പ്ലാന്റ് ആയിട്ട് മാറുന്ന പ്രോസസ് ആണ് എവിടെ കാണുന്നത്? നമ്മുടെ ബഡ്ഡിങ്ങിൽ കാണുന്നത്. സിമ്പിൾ കോൺസെപ്റ്റ്സ് അല്ലേ മക്കളെ? ഒന്നുമില്ല, ഒരു പാരന്റിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഫോം ചെയ്ത് അതിന് പുറത്ത് സർഫേസ് തന്നെ ഒരു ബഡ് ഫോം ചെയ്തിട്ട് ആ ബഡ് പിന്നീട് വളർന്ന് മെച്യൂർ ആയിട്ട് അത് ആ പാരന്റിൽ നിന്ന് കട്ടായിട്ട് മാറി പുതിയൊരു ഇൻഡിവിജ്വൽ ആയിട്ട് വളരുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മളെ ബഡ്ഡിങ് എന്ന രീതിയിൽ നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത്. ഇത്രയും കോൺസെപ്റ്റാണ് നമ്മുടെ ബഡ്ഡിങ്ങിലുള്ള മക്കളെ. കോൺസെപ്റ്റ് ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ ദ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ വിച്ച് സ്മോൾ ബഡ് ഈസ് ഫോംഡ് ഓൺ ദ സർഫേസ് ഓഫ് ദി പാരന്റ് and give rise to new individual. Budding is a kind of reproduction that is seen in bacterial yeast, but develops into budding into different form of flower bud. Flower bud another different ആണ്. The bud becomes much larger and breaks off the parent and form a new plant. ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബഡ്ഡിങ്ങിൻ്റെ കേസിലും ഡിസ്കസ് ചെയ്തത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഓഫ് asexual reproduction in budding is clear for you. Shall we move to the next part, students? Okay.